ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നേരം പളപളാന്ന് വെളുത്തിരിക്കണം. രാവിലെ എണീറ്റ് ജനൽ തുറന്നപ്പം കണ്ട കാഴ്ച ഇതാണ്. എന്റെ അമ്മേ, ഞെട്ടിപ്പോയി. ഞാൻ പറയണത് ചില ഓൺലൈൻ മീഡിയാസ് ഒക്കെ പറയുന്ന പോലെ ഉണ്ടല്ലേ, അവരുടെ സ്ഥിരം ടാഗ് ലൈൻ അല്ലേ, നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും. ഞാൻ ശരിക്കും ഞെട്ടി. എന്നോ വ്യൂ ആന്നാ ഇതൊക്കെ കണ്ട് എഴുന്നേക്കാൻ പറ്റുക. വാട്ട് എ ബ്യൂട്ടി. ഇസു ഇന്ന് രാവിലെ തന്നെ ചീന്നൂരാണ്. അതുകൊണ്ടാണ് ഈ ബാലഗോപാലിനെ ഇപ്പൊ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കേണ്ടി വന്നത്. ഞങ്ങള് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വ്യൂവിന് ശേഷം ഓ മൈ ഗോഡ്, ഡിഡ് ഐ സൗണ്ട് പോഷ്? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രാവിലെ തന്നെ വെച്ച് പിടിച്ചത് ഗ്ലെൻഫിനൻ, വായിക്കൊള്ളാത്ത പേരാണല്ലോ, ഗ്ലെൻഫിനൻ വയഡക്റ്റ്. നമ്മൾ നാട്ടിൽ നമ്മുടെ അഡ്രസ്സ് എഴുതുമ്പം ഇന്ന സ്ഥലം, ഇന്ന പഞ്ചായത്ത്, ഇന്ന വഴി അങ്ങനെയല്ലേ കൊടുക്കുക. അപ്പോൾ ഈ വഴിക്ക് പകരം നമ്മൾ VIA എന്ന് എഴുതൂലേ, വയ. അതാണ് കേട്ടോ ഗ്ലെൻഫിനൻ വയഡക്റ്റ് എന്ന് വെച്ചാൽ വഴി. ഇതിപ്പം ട്രെയിൻ പോകുന്ന വഴി. നോക്ക്, എന്നിട്ട് അങ്ങോട്ട് കൈ കാണിക്ക്, അങ്ങോട്ട് കൈ കാണിക്ക്. ഒന്നുകൂടി ഇങ്ങനെ എടി, അത് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, ഓവറാക്കി കൈ തരില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞങ്ങൾ എന്തിന് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി മൈതാനത്ത് വന്നിട്ട് വായും പൊളിച്ച് നിൽക്കുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ഇസു വിചാരിക്കുന്നുണ്ട്. ഇവർക്ക് ഭ്രാന്താണോ? അതെ, ഇത് വെറും ഒരു മൈതാനം അല്ല. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇതൊരു റെയിൽവേ പാളമാണ്. ഭയങ്കര വേൾഡ് ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, പ്രത്യേകിച്ച് ഹാരി പോട്ടർ ഫാൻസിന്. ഹാരി പോട്ടർ സിനിമകളിലെ ഹോഗ്വേർഡ് എക്സ്പ്രസ് ദീ വഴിയിലൂടെയാണ് കടന്നുപോയത്. നമ്മളിപ്പോ ഓഫ് സീസണിൽ വന്നതുകൊണ്ടാ. നമ്മളൊരു സമ്മർ സീസണിൽ വന്നിരുന്നെങ്കിൽ ഈ വഴിയിലൂടെ പുകയൊക്കെ പോണ ട്രെയിൻ പോണത് കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് മാക്സിന് ഡ്രോൺ പറപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ ഡ്രോൺ പറപ്പിക്കാൻ പറ്റത്തില്ല എന്ന്. സോ തൽക്കാലം പുകയില്ലാത്ത ട്രെയിൻ കണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ദിങ്ങോട്ടാണ്. ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ മാരക ബീച്ച്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭംഗിയുള്ള ബീച്ച് കണ്ടിട്ടില്ല. ദി സിൽവർ സാൻഡ്സ് ഓഫ് മൊറാർ എന്നാണ് ഈ ബീച്ചിന്റെ പേര്. ഞാൻ ഈ ബീച്ചിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഭംഗിയായി ഈ ബീച്ച് കാണാൻ. അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ടാണോ ഇത്ര വൃത്തിയിൽ ഈ ബീച്ച് കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഭംഗി തന്നെ. ബീച്ചിന്റെ പേര് സിൽവർ സാൻഡ് എന്നാണെങ്കിലും ഇവിടെ മൊത്തം ഒരു ഓഫ് വൈറ്റ് സാൻഡാണ്. വെയിലടിക്കുമ്പോൾ ഈ സാൻഡ് സിൽവർ പോലെ തിളങ്ങും. അതാണ് സിൽവർ സാൻഡ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കിടന്നിട്ട് ഒരു സിനിമ പോലും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ലോക്കൽ ഹീറോ എന്ന് പറയുന്ന ഒരു മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പേര് വെറും ലോക്കൽ ആണെങ്കിലും സിനിമയ്ക്ക് 7.3 റേറ്റിംഗ് ഉണ്ട്. കണ്ടു നോക്കണം. ഗ്ലെൻഫിനൻ വയഡക്റ്റ് നിന്ന് മലൈഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോണ വഴിക്കാണ് ഈ ബീച്ച് ഉള്ളത്. ഈ ബീച്ച് ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പ്ലാൻ മലൈഗ് നിന്ന് ഫെറി വഴി ഐൽ ഓഫ് സ്കൈയിലേക്ക് പോകാന്നായിരുന്നു. മലൈഗിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഫെറിയുടെ ടൈമിംഗ് ഒക്കെ മാറിക്കിടക്കുകയാണ്. സോ സാഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളിങ്ങനെ അറിയാത്ത നാട്ടിലൂടെ മാപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ ഫെറി ഓപ്ഷനും ട്രെയിൻ ഓപ്ഷനും ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇമാതിരി പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ 3G ആയി തിരിച്ചു വരുന്ന യാത്രയിലാണ് ഈ ബീച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് പറയുന്നത്, സം അൺപ്ലാൻഡ് തിങ്സ് ആർ ദി ബെസ്റ്റ്. മാക്സിന് ഇവിടെ ഡ്രോൺ പറപ്പിച്ച് അർമാദിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തേക്കാം. ഈ വ്ലോഗ് ലാഗും ആയിരിക്കും ലോങ്ങും ആയിരിക്കും. കാരണം ഇവന്റെ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ കേട്ടേണ്ടി വരുമല്ലോ. എന്നാ ക്ലിയർ വെള്ളമാലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ കിടക്കുന്ന ആ മഞ്ഞ ബോട്ട്? അത് സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നതാണോ അതോ ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇറ്റ് ഈസ് സോ എസ്തറ്റിക്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കുക. യെസ്, ലഞ്ച് വിത്ത് എ വ്യൂ. ഇതൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. ബ്രേക്ക്ഫാസ്റ്റും അടിപൊളി വ്യൂ കണ്ടോണ്ടായിരുന്നു ഇപ്പൊ ലഞ്ചും. ഇഫ് മോർണിംഗ് ഈസ് ഗുഡ് ദെൻ ഹോൾ ഡേയ്സ്. അവിടുന്ന് ഞങ്ങൾ ഐൽ ഓഫ് സ്കൈയിലേക്കുള്ള യാത്ര തുടർന്നു. 1-2 സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഡ്രോൺ പറത്തി. വാവ്, വാട്ട് എ പ്രാസം. നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മലയുടെ മുകളിൽ മാത്രം മഞ്ഞ് വീണ് കിടക്കുന്നത്? അതെന്തുകൊണ്ടാ? ഉയരം കൂടുന്തോറും ഡാഷ്. അറിയോ? കണ്ണൻദേവന്റെ പരസ്യമല്ല. ഉയരം കൂടുന്തോറും
ടെമ്പറേച്ചർ കുറയും. അപ്പൊ അതാണ് കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് തള്ളിയെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്കറിയത്തില്ല, സ്കോട്ട്ലൻഡുകാർ സംസാരിക്കുന്ന ഇംഗ്ലീഷേ അത് വേറെ തന്നെ ഒരു ഇംഗ്ലീഷാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഗ്ലെൻ എന്ന് വെച്ചാൽ താഴ്വാരം, പിന്നെ ലോച്ച് എന്ന് വെച്ചാൽ തടാകം. പിന്നെ ഞാൻ ഈ സ്പോർട്സിന്റെ ഒന്നും പേര് പറയാത്ത എന്താന്ന് വെച്ചാൽ പേരെനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാ. ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണുമ്പോൾ അങ്ങ് നിർത്തുക. ശരിക്കും പറഞ്ഞാൽ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ടെന്നല്ലാതെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമില്ല. ഇന്നലെ വരെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. എന്റെ ചെറുക്കന് ഇവിടെ ഡ്രോൺ പറത്തി പഠിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ ഞങ്ങള് കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, നമ്മള് നൃത്തമൊക്കെ ചെയ്തു. നന്നായിട്ട് നൃത്തം ചെയ്യും അമ്മുസാമി. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ ഡയലോഗ് അടിച്ച് വെറുപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ചു നേരം മ്യൂസിക് വെച്ചാലോ? കാഴ്ച കണ്ടിങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് പോണ്ടേ? ഞാൻ ഇവനെ ഇപ്പം നിർത്തിച്ചില്ലെങ്കിൽ ഇവനിങ്ങനെ പറപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഐൽ ഓഫ് സ്കൈയിലെത്താൻ വൈകും. അതുകൊണ്ട് ഇന്നത്തെ ഡ്രോൺ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഐൽ ഓഫ് സ്കൈയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. മറ്റേ മ്യൂസിക് തന്നെ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോഴാണ് ഓർത്തത്, ഐൽ ഓഫ് സ്കൈയിലേക്ക് വരുന്നതിന് മുമ്പ് പെട്രോൾ അടിച്ചിട്ട് വരുന്നതാട്ടോ സേഫ്. ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് ഹൈ ആണ്. ഐൽ ഓഫ് സ്കൈയിലേക്ക് പോണ വഴിയിൽ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ട്, പേര് സ്കൈ ബ്രിഡ്ജ്. ആ ദൂരെ കാണുന്ന കണ്ടോ, അതാട്ടോ സ്കൈ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജാണ് ഐൽ ഓഫ് സ്കൈനെ മറ്റു നാടുകളുമായിട്ട് റോഡ് വേ കണക്ട് ചെയ്യുന്നത്. ഇതിനാണ് ഇവിടെ വരെ വന്നത്. അതെ 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 വലിയ ആള് കളിച്ചതാ. വലിയ ശത്രുക്കളാണേ. എന്റെ വായിൽ എന്തെങ്കിലും വീഴാൻ വേണ്ടി കാത്തിരിക്കും. അതെടുക്കായിരുന്നല്ലോ. ഞാനിപ്പോ വെച്ചിടുന്ന ഫോൺ ഇറങ്ങൂല. വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ വേറെ ഫോണിൽ വീഡിയോ എടുത്ത് നല്ലതായിരിക്കും. വേറെ വ്യൂ ആണെങ്കിൽ വണ്ടി ഒന്ന് കയറ്റി വിടായിരുന്നു. അതെന്ത് ഓൾക്കാരായോ? ശരിയാണല്ലോ. അല്ലല്ല തീ പിടിച്ചേ കണ്ട. മോൾക്കാനാടാ തീ പിടിച്ചേ കണ്ട. എല്ലാ വീടിനും തീ പിടിച്ചാടും. മോൾക്കാനാ കണ്ടാ എനിക്ക് തോന്നുന്നത്. തീ പിടിച്ചെന്തോ അവിടെ എന്തോ തീഗോളങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഉൽക്കയാണോ ഒലക്കയാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം അരുൺ സാർ വെച്ചോടത്തുനിന്ന് ഫോണിന്റെ പൊസിഷൻ മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ ഒരു വഴിയില്ല. സോ ഇതാണ് ദി ഫേമസ് ബ്രിഡ്ജ്. ഈ പാലത്തിന്റെ അപ്പുറം ഐൽ ഓഫ് സ്കൈ ആണ്. ഈ പാലം ഒരു ആർച്ച് ഷേപ്പിലാണേ ഉള്ളേ. പിന്നെ ഈ പാലത്തിന്റെ 2 സൈഡിലും ആൾക്കാർക്ക് നടന്നൊക്കെ സ്ഥലം കാണാനുള്ള സൗകര്യമുണ്ട്. ഈ ബ്രിഡ്ജ് തുടങ്ങിയ കാലത്ത് UK-യിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോൾ ബ്രിഡ്ജ് ആയിരുന്നു ഇത്. പിന്നീട് നാട്ടുകാരൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ടോൾ എടുത്ത് കളയുമായിരുന്നു. പിന്നെ വലിയ ഷിപ്പിനൊക്കെ താഴ്ത്തുകൂടെ പോകാനുള്ള സൗകര്യത്തിനായിട്ട് ഈ ബ്രിഡ്ജ് നല്ല ഹൈറ്റിലാണ് പണിതിരിക്കുന്നത്. ഗൈസ്, വി റീച്ച് ഐൽ ഓഫ് സ്കൈ. ഐൽ ഓഫ് സ്കൈനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിന്റെ ഒരു ഇന്റർവ്യൂവിലാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സ്കോട്ട്ലൻഡിൽ വന്നിട്ട് ഞാനും എൻ്റെ വൈഫും ഹൈയുണ്ടായി കാർ എടുത്തിട്ട് ഐൽ ഓഫ് സ്കൈയിലേക്ക് റോഡ് ട്രിപ്പ് നടത്തി.
നിർത്തിയെന്ന്. അന്ന് ആ ഇന്റർവ്യൂവില് ഹുണ്ടായിക്കാരന് ഹൈയുണ്ടായി എന്നാ പ്രൊനൗൺസ് ചെയ്യാന്നും മനസ്സിലായി. ഐൽ ഓഫ് സ്കൈയിലേക്കുള്ള റോഡ് ട്രിപ്പും അടിപൊളിയാന്ന് മനസ്സിലായി. മൺപാതയിൽ തോളോട് തോൾ പോയില്ലയോ. പൃഥ്വിരാജ് അങ്ങനെ വെറുതെ തട്ടിവിട്ടതൊന്നുമല്ല. രണ്ട് സൈഡിലും അടിപൊളി കാഴ്ചകളാണ്. ചില സമയത്ത് അമ്മ പറയും ഈ സൈഡിലേക്ക് നോക്കൂ, അപ്പൊ ഞാൻ പറയും ആ സൈഡിലേക്ക് നോക്കൂ. ഇത് തന്നെയായിരുന്നു ഇവിടം വരെ പറച്ചില്. ഒന്നും പറയില്ലടാ, ഉലക കണ്ട മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. വിജയസാറിന്റെ അയാൾ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്ത പാട്ട് മറ്റേ മില്ലേനിയം സ്റ്റാർസിലെ പാട്ടാണ്. അത് അത്ര ക്ലിക്കായില്ല. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഭയങ്കരമാണ്. ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് മടുത്തു. സ്കോട്ട്ലൻഡ് കൽപ്പടവിൽ വാവാ, ഇന്ദ്രനീലത്തിരമാലകളിൽ നീരാടാൻ വാവാ. കൽപ്പടവിൽ വാവാ, ഇന്ദ്രനീലത്തിരമാലകളിൽ നീരാടാൻ വാവാ. നാടിപ്പുഴയോരത്തൊരു മുല്ലപ്പൂ പന്തൽ, അനുരാഗം നട്ടു നനയ്ക്കും മുല്ലപ്പന്തൽ. ഹല്ലയാ 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 ഹല്ല. താളത്തിൽ തങ്കത്തരികൾ കൊട്ടിപ്പാടുന്നേ, താനെ പൂക്കും താരസന്ധ്യ നീയും പോരുന്നേ. ഗോവിന്ദ പെട്ടെന്ന് സ്റ്റേയിൽ എത്തിയിട്ട് വേണം ഒന്ന് കുളിച്ചിട്ട് കിടക്കാൻ. അപ്പൊ ഇനി വർത്താനം പറച്ചിലൊന്നുമില്ല, നാളെ പാക്കല. അപ്പൊ ഓക്കെ, ബൈ ബൈ. വസന്തങ്ങളാടിപ്പാട്